നമസ്കാരം. ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ ചർച്ച അലസിപ്പിരിഞ്ഞത് വൻ തിരിച്ചടിയുണ്ടാക്കും. ഇതോടെ ക്രൂഡ് ഓയിൽ വില കത്താനും സ്വർണം ഓഹരി വിലകൾ ഇടിയാനും സാധ്യത ഏറുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന പ്രശ്നവും ആണവായുധം വികസിപ്പിക്കരുതെന്ന അമേരിക്കൻ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചതുമാണ് ചർച്ചകൾ അലസിപ്പിരിയാൻ ഇടയാക്കിയത്. 1979 ശേഷം അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുഖാമുഖം വന്ന ഉന്നത നയതന്ത്ര ചർച്ചയാണ് ഇസ്ലാമാബാദിൽ നടന്നത്. ആണവായുധം സംബന്ധിച്ച് ഇറാൻ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ചർച്ചകൾ മുന്നോട്ടു പോകില്ലെന്ന സൂചനയാണ് US വൈസ് പ്രസിഡന്റായ JD വാൻസ് നൽകിയത്. ചർച്ചകൾ അവസാനിപ്പിച്ച് ഇനിയും യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇറാൻ തകർന്നടിയാനാണ് സാധ്യത. ഇറാനെ ശിലായുഗത്തിലേക്ക് നയിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ഇറാൻ ആണെങ്കിൽ കടുത്ത നിലപാടുമായാണ് മുന്നോട്ടു പോകുന്നത്. ഹോർമുസിൽ കപ്പലുകൾക്ക് ടോൾ പിരിവ് തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഇത് വിപണിയിൽ കൂടുതൽ ആഘാതങ്ങൾ സൃഷ്ടിക്കും. ഇറാൻ പ്രശ്നം ഇന്ത്യൻ ഓഹരി വിപണിയെയും ഉലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. US-ഇറാൻ വെടിനിർത്തൽ വന്നില്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമായ ഇന്ത്യക്കത് വലിയ തിരിച്ചടിയാകും. ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിന്നാൽ ഇന്ത്യയിലെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. ഇത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനും കമ്പനികളുടെ ലാഭശതമാനത്തെ പ്രതികൂലമായി ബാധിക്കാനും ഇടയാക്കും. വിപണി കൂടുതൽ നഷ്ടത്തിലേക്കും നീങ്ങും. നിലവിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 താഴെയാണ്. ചർച്ചകൾ പരാജയമായ സാഹചര്യത്തിൽ വില ഇനിയും കൂടാനാണ് സാധ്യത. കഴിഞ്ഞ മാസം ബാരലിന് $118 വരെ എത്തിയിരുന്നു. ഇറാൻ US സംഘർഷത്തിന് അയവ് വന്നതോടെ സ്വർണ്ണവില ഉയർന്നിരുന്നു. അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞതും വില ഉയരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിൽ നിലവിൽ ഔൺസിന് $4748 എന്ന നിലയിലാണ് സ്വർണം ഇപ്പോഴുള്ളത്. കേരളത്തിൽ പവന് 1,12,080 രൂപയാണ് നിലവിലുള്ളത്. സംഘർഷം കനക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില കൂടാനും സ്വർണം ഓഹരി വിലകൾ ഇടിയാനുമുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. US-ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത നീക്കം എന്താകുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.